ദിനേശിന് എന്താണ് മന്ത്രിയോട് പറയാനുള്ളത്? ദിനേശിന് എന്താണ് മന്ത്രിയോട് പറയാനുള്ളത്? ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതെല്ലാം കേട്ടു, വളരെ നല്ല സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മൾ വായ്പ ഒക്കെ ഒഴിവാക്കി തന്നെ വലിയൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും കൂട്ടായ്മയോട് നിൽക്കുന്നൊരു അണ്ടറാണ് ഏറ്റവും നല്ലതെന്ന് എനിക്കും തോന്നുന്നു. കാരണം ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പലർക്കും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ദിനേശ്, പക്ഷേ ഈ താൽക്കാലിക സംവിധാനത്തിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് എന്നുള്ളതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട് നിർമ്മിക്കുന്ന ഘട്ടത്തിൽ ആ തരത്തിലുള്ള കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. പക്ഷേ താൽക്കാലിക സംവിധാനം അങ്ങനെ എല്ലാവർക്കും ഒരുമിച്ച് കിട്ടാനുള്ള സാധ്യതയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? എന്താ ചെയ്യുക? കുറവായിരിക്കും. അതെ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട് അതൊക്കെ. പക്ഷേ എന്നാലും ആ റിലീഫിന് തിരിച്ചു വരാൻ കുറച്ച് പാടായിരിക്കും എന്നൊരു അഭിപ്രായം കൂടി ഉണ്ട്. കിട്ടിയാൽ അടുത്തടുത്ത് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതെന്നുള്ളൊരു. ദിനേശ്, എന്ത് ജോലിയാണ് ചെയ്തിരുന്നത്? ഞാൻ കൂലിപ്പണിയാണ്. വായ്പ എടുത്തിരുന്നോ? കാര്യങ്ങളൊക്കെ വായ്പ എടുത്തിരുന്നോ? ഇല്ലല്ല, അങ്ങനെ വായ്പ എടുത്തിട്ടില്ല. ഞാൻ പൊതുവെ ജനങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യമായതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. ശരി. നമ്മുടെ ക്യാമ്പിലുള്ള ആൾക്കാർ പലരും നല്ല സന്തോഷത്തിലാണ് ആ കാര്യത്തിൽ അറിഞ്ഞത്. ദിനേശിനുണ്ടായ നഷ്ടം എങ്ങനെയാണ് ഈ ക്യാമ്പിലേക്ക് എത്തുമ്പോൾ? നഷ്ടം എന്ന് പറഞ്ഞാൽ വീടും കാര്യങ്ങളെല്ലാം പോയി. പിന്നെ ചേച്ചിയുടെ മോള്, ചേച്ചി, ഹസ്ബൻഡ്, അങ്ങനെ അവരെ കുടുംബത്തിലെ ഒരുപാട് അംഗങ്ങൾ, 10ഓളം അംഗങ്ങളും പിന്നെ 6 പേരെ കാണാണ്ട്, ആ 4 പേരെ കാണാനില്ല. കാരണം നമുക്ക് ബോഡി കണ്ട് അതിൽ നിന്നും റിക്കവറായി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ വാടക വീടുകൾ പലതരത്തിലാണല്ലോ. ഇപ്പോൾ മന്ത്രി തന്നെ വിശദീകരിച്ചല്ലോ എങ്ങനെയൊക്കെയുള്ള വാടക വീടുകൾ താൽക്കാലിക സംവിധാനമാണ് ഒരുക്കുന്നതെന്ന്. അപ്പോൾ എന്താണ് ദിനേശ്, എങ്ങനെയുള്ള വീടാണ് ആലോചിക്കുന്നത്? ഇപ്പോൾ പറഞ്ഞു എല്ലാവരും കൂടി ഒരുമിച്ചുള്ളതെന്ന്. അതല്ലാതെ എന്ത് സംവിധാനമാണ് ആലോചിക്കുന്നത്? എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്? നമുക്ക് വാടക വീട് നമ്മൾ അടുത്തടുത്ത് നമുക്ക് ഒരു ഫ്ലാറ്റായിട്ട് കിട്ടുവാണെങ്കിൽ, അങ്ങനെ ഒരു അടുത്തടുത്ത് നമുക്ക് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ നടത്തുവാണെങ്കിൽ കുറേ മാനസികമായിട്ടുള്ള ടെൻഷന് കാര്യങ്ങളൊക്കെ ഒഴിവായി കിട്ടും. ആ ഒരു അഭിപ്രായമാണ്. എന്തെങ്കിലും കെട്ടിയാലത്തെ പിന്നെ ഒറ്റപ്പെടൽ നമ്മൾ ഒരു അണ്ടറിൽ, അതായത് ചുരമല പറഞ്ഞ ഏരിയയിൽ നമ്മൾ സഹോദരങ്ങളൊക്കെ അടുത്തടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. എപ്പോഴും വീട്ടിൽ പോകലും വരലൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഒറ്റപ്പെടുമ്പോൾ ഒരു ചെറിയൊരു മാനസിക പ്രശ്നങ്ങൾ ഓരോരുത്തർക്കായിട്ട് ഉണ്ടാവുമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഈ വയനാട്ടിൽ അങ്ങനെ ഫ്ലാറ്റുകൾ അധികം ഇല്ലല്ലോ. ഇല്ല. ഈ സർക്കാർ വക ക്വാർട്ടേഴ്സുകളായിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ? അതെ ക്വാർട്ടേഴ്സുകളാണ് തരുന്നത് പറഞ്ഞു. വാടക അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരുമിച്ച് അങ്ങനെ കിട്ടുന്നില്ല, കിട്ടലുമില്ല. ഈ ക്യാമ്പിലെ ജീവിതം എങ്ങനെയാണ്? ക്യാമ്പിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, വസ്ത്രത്തിൻ്റെ കാര്യത്തിലൊക്കെ നല്ല സമീപനം തന്നെയല്ലേ? തീർച്ചയായിട്ടും നല്ല സമീപനമാണ്. കാരണം ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലായാലും വേണ്ടെന്നുള്ള കാഴ്ചപ്പാടുള്ള അത്രയും കൂടുതലാണ്. ശരി, മിനിസ്റ്റർ കേട്ടല്ലോ. ഇപ്പോൾ ഈ 2 പേരുടെ കാര്യത്തിലും ഈ പറയുന്നത് ക്യാമ്പിലെ ജീവിതം തുടരുക എന്നുള്ളത്, ചിലർക്ക് ആളുകളോട് സങ്കടം പറഞ്ഞു തീർക്കുമ്പോഴാണ് സമാധാനം, ചിലർക്ക് അത് കേൾക്കുന്നതാണ് ബുദ്ധിമുട്ട്. അപ്പോൾ പലതരത്തിലുള്ള മാനസികാവസ്ഥയിലൂടെ ആളുകൾ കടന്നു പോവുകയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.